അങ്ങനെ ലാലേട്ടൻ നമ്മുടെ കണ്ടസ്റ്റൻസിനെ രണ്ടുപേരെയും അനീഷിനെയും അനുമോളെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുപോവാണ്. ലാലേട്ടൻ്റെ രണ്ട് വശത്തും വളരെ എന്താ നമ്മുടെ ഫയർ സ്പാർക്ലിങ്ങും അതേപോലെ ഫയർ വർക്ക്സും ഒക്കെ ചെയ്തിട്ട് പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് രണ്ടുപേരെ ലാലേട്ടൻ നമ്മുടെ സ്റ്റേജിലേക്ക് നടത്തിക്കൊണ്ട് പോവുകയാണ്. ലാലേട്ടൻ ലൈറ്റ് ഓഫ് പറഞ്ഞു. ബിഗ് ബോസ് ഹൗസ് ഫുള്ള് ലൈറ്റ് ഓഫ് ആയി. അതേപോലെ നമ്മുടെ ബിഗ് ബോസ് ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബിഗ് ബോസിന് ഇവരും കുറേ കാര്യങ്ങൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി രണ്ടുപേരെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. ലാലേട്ടൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ അനീഷേട്ടനാണ്, ഇടത്ത് ഭാഗത്ത് അനുമോളാണ്. എല്ലാ വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് ആരെയാണോ നിർത്തിയിരിക്കുന്നത് അവരാണ് എല്ലാ വർഷവും ജയിക്കുക. അപ്പം ഈ വട്ടം എന്തെങ്കിലും അതിനകത്ത് ട്വിസ്റ്റ് വരുത്തുമോ എന്നൊന്നും അറിയത്തില്ല. എനിക്കറിയില്ല ആരാ ജയിക്കുന്നത്. ഇപ്പോൾ അനീഷേട്ടനാണെങ്കിലും അനുമോളാണെങ്കിലും ഒരുപോലെയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കുറച്ചൊരു ചേഞ്ച് വന്നു. എനിക്ക് അനുമോൾ തന്നെ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലാ വർഷവും റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ വട്ടം അനുമോൾ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്, മീൻസ് ഭയങ്കര ടെൻഷനാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അനുമോൾ തന്നെ ജയിക്കണം, കപ്പ് ഉയർത്തട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അനീഷേട്ടന് കിട്ടിയാലും ഭയങ്കര സങ്കടമൊന്നുമില്ല, എന്നാലും ടെൻസ്ഡ് ആണ്. നമുക്ക് നോക്കാം ഇവരിൽ ആര് ജയിക്കും. ഈ വട്ടം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇടതുവശത്ത് അനുമോളെ ആക്കി അനുമോളെ ജയിപ്പിക്കാനുള്ള വഴിയാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരാണ് ജയിക്കുന്നത് തോന്നുന്നത് എന്നുള്ളത് ചാനലിൻ്റെ അടിയിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക.